ഓം നമോ ഭഗവതേ വാസുദേവായ. സപ്തമസ്കന്ധം വർണ്ണാശ്രമധർമ്മത്തിൽ വാനപ്രസ്ഥത്തെക്കുറിച്ച് വിശദമാക്കുകയാണ്. താനെ മുളച്ചവയും താനെ പഴുത്തവയുമാണ് വാനപ്രസ്ഥ ആശ്രമിയുടെ ഭോജ്യം. പഴകിയ ഭക്ഷണം കഴിക്കരുത്. വേനൽ, വർഷം, മഞ്ഞ് എന്നിവ സഹിക്കാൻ അയാൾക്ക് കരുത്തുണ്ടാവണം. പർണശാല കെട്ടിയും വേണമെങ്കിൽ പാർക്കാം. ഇന്ദ്രിയങ്ങളെ അടക്കണം. മുടിയും നഖവും മുറിക്കാതെയും ജട വളർത്തിയും ദണ്ഡും കമണ്ഡലവും ധരിച്ചും 1 വർഷം, 4 വർഷം, 8 വർഷം, 12 വർഷം എന്ന ക്രമത്തിൽ വാനപ്രസ്ഥനായി കഴിയണം. ഞാൻ, എൻ്റേത് തുടങ്ങിയ ഭാവങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കണം. ബ്രഹ്മത്തിൽ എല്ലാം സമർപ്പിക്കണം. വാദപ്രതിവാദങ്ങളിലൊന്നും മുഴുകരുത്. ആത്മാനന്ദനായി വായു മാത്രം ഭക്ഷിച്ച് സത്സംഗിയായി ജളനും അന്ധനും മൂകനും എങ്ങനെയോ അതുപോലെ ഒന്നും കേൾക്കാതെ, ഒന്നും കാണാതെ, ഒന്നിലും പ്രതികരിക്കാതെ ഗ്രാമങ്ങളിൽ സഞ്ചരിക്കണം. ഇങ്ങനെ ആത്മാരാമൻ, പരമഹംസൻ തുടങ്ങിയ നിലകളിൽ എത്തിച്ചേരണം. ഇതിന് ഒരുദാഹരണവും ഇവിടെ വ്യക്തമാക്കുന്നു. ഒരിക്കൽ പ്രഹ്ലാദൻ മന്ത്രിമാർക്കൊപ്പം ജനങ്ങളുടെ ജീവിതം നേരിട്ടു കണ്ടറിയാൻ അവർക്കിടയിലേക്ക് ഇറങ്ങി. സഹ്യപർവ്വത സാനുവിൽ കാവേരി തീരത്ത് തപസ്സനുഷ്ഠിക്കുന്ന അജാഗര മാമുനിയെ കണ്ടു. വിധിയാവണ്ണം പൂജിച്ച് ഉപചരിച്ച് പ്രഹ്ലാദൻ തൻ്റെ സംശയം അദ്ദേഹത്തോട് ചോദിക്കുകയായി. അല്ലയോ ധന്യാത്മൻ, ഭൂവാസികളായ മനുഷ്യരെല്ലാം ധനവും ധാന്യവും കാംക്ഷിച്ചു കഴിയുമ്പോൾ അങ്ങ് ഇത് രണ്ടും വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. എന്നിട്ടും അങ്ങയുടെ ദേഹസൗഖ്യത്തിനോ മാനസിക ഉല്ലാസത്തിനോ തരിമ്പും കുറവുണ്ടായിട്ട് ഇല്ലെന്ന് ഞാൻ അറിയുന്നു. അങ്ങ് ഒന്നും ഭക്ഷിക്കുന്നതായി കാണുന്നില്ല. എന്നിട്ടും അങ്ങ് ജീവിതം ആസ്വദിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ മുഖത്ത് വിരിഞ്ഞ സന്തോഷത്തോടെ അജാഗര മാമുനി പറയുന്നു. വിഷ്ണുപ്രിയനായ പ്രഹ്ലാദ, അങ്ങ് ഭക്തോത്തമനാണ്. എല്ലാം അങ്ങേക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ പറയാം. സംസാര ജീവിതത്തിൽ നിന്നും മനുഷ്യന് മുക്തി സിദ്ധമാകുന്നത് ഭക്തിജ്ഞാനങ്ങളിലൂടെയാണ്. ജ്ഞാനികളുടെ ഹൃദയാകാശത്തിൽ സൂര്യ തേജസ്സോടെ സദാ ഭഗവാൻ പ്രകാശിക്കുന്നു. അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ അജ്ഞാനത്തിൻ്റെ ഇരുട്ട് ഉണ്ടാവുകയില്ല. തന്മൂലം ദുഃഖവും ഭവിക്കുന്നില്ല. എനിക്കും ഉണ്ടായി പണ്ട് ഭോഗേച്ഛ. അക്കാരണത്താൽ പല ജന്മങ്ങളും കടക്കേണ്ടതായും വന്നു. ഇപ്പോൾ എനിക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നു. സർവകാമങ്ങളിൽ നിന്നും ഞാനിന്ന് വിരക്തനാണ്. അജാഗരം അഥവാ പെരുമ്പാമ്പ് ആഹാരാർത്ഥം അധ്വാനിക്കുന്നില്ല. അരികിൽ ജീവിയെത്തിയാൽ ആഹരിക്കും, ഇല്ലെങ്കിലോ ശാന്തമായി ശയിക്കും. ഞാനും അതുപോലെ തന്നെ യദൃച്ഛയായി കിട്ടുന്നവ കൊണ്ട് സന്തുഷ്ടനായി ഇരിക്കുന്നു. ശരീരമാണ് ഇഹപര സൗഖ്യങ്ങൾക്ക് നിദാനം. ദേഹേച്ഛ വേണ്ടെന്ന് വെച്ചാൽ വലിയ സുഖം തന്നെ കൈവരും. ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ പാഞ്ഞാൽ സമാധാനം നഷ്ടമാകും. ധനവാന് നന്നായി ഉറങ്ങാനാവുമോ? മൃഗതൃഷ്ണ കണ്ട് ദാഹം തീർക്കാൻ ജന്തുക്കൾ ശ്രമിച്ച് വിഷണ്ണരാകുന്നതുപോലെയേ ഉള്ളൂ ദേഹജന്യമായ സുഖഭോഗങ്ങൾ. ധനം സംഭരിച്ചു വെച്ചിരിക്കുന്നവരെ രാജാവ്, കള്ളൻ, സ്വജനങ്ങൾ, അഗ്നി, പശു, പക്ഷി, യാചകൻ എന്നിവയിൽ നിന്നും അനർത്ഥം ഉണ്ടാകുമെന്ന് ഭയം ഗ്രസിക്കും. വണ്ടിൻ്റെ കാര്യം ഞാൻ ഉദാഹരിക്കാം. ഒരു പൂവിലെ തേൻ എടുത്തു വെച്ചിട്ട് അടുത്ത പൂവിലെ തേൻ എടുക്കാൻ വണ്ട് പായുന്നു. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ആസ്വദിക്കാമല്ലോ എന്നാണ് അതിൻ്റെ വിചാരം. അപ്പോഴേക്കും മറ്റൊരു വണ്ട് വന്ന് ഈ തേൻ കുടിക്കുകയായി. ധനം സമ്പാദിക്കുന്നവർക്കും ഈ ദുർഗതി തന്നെയല്ലേ വന്നു ചേരുന്നത്? മഹർഷി തത്വോപദേശം തുടരുകയാണ്. പെരുമ്പാമ്പിൻ്റെ കാര്യം നോക്കുക. ഭക്ഷണം അതൊരിക്കലും ശേഖരിച്ചു വയ്ക്കുന്നില്ല. അതുപോലെയാണ് ആത്മജ്ഞാനിയും. വസ്ത്രം, ശയന, സൗഖ്യം എന്നിവയൊന്നും ആത്മജ്ഞാനിയെ അലട്ടുന്നതേയില്ല. ചിലപ്പോൾ ചിലരെത്തി എന്നെ പുഷ്പമാല്യം
പുഷ്പമാല്യാദികളാൽ അലങ്കരിച്ച് ചന്ദന വിലപ്താംഗനാക്കി രഥത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. മറ്റു ചിലപ്പോൾ ഞാൻ പിശാചിനെപ്പോലെ ദിഗംബരനായി സഞ്ചരിക്കുന്നു. ഈ രണ്ടവസ്ഥകളും എന്നെ സുഖിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഭേദബുദ്ധിയെ നശിപ്പിച്ചാൽ ശരീരം മിഥ്യയാണെന്ന് അറിഞ്ഞാൽ നിത്യസുഖം നുകരുവാൻ കഴിയും. നീ ഭക്തോത്തമനാണ്, ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവനാണ്. അതിനാലാണ് ഞാനിതെല്ലാം നിന്നോട് ഉര ചെയ്തത്. മഹാമുനിയുടെ വാക്യങ്ങൾ പ്രഹ്ലാദനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം ആനന്ദത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. വിവരം ഇത്രയുമായപ്പോൾ ധർമ്മപുത്രർ ചോദിക്കുന്നു, കർമ്മബദ്ധരായി ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾക്ക് ഭക്തിയുണ്ടാവാൻ എന്താണ് ഉപായം? നാരദൻ, വർണ്ണാശ്രമധർമ്മങ്ങൾ വിവരിക്കുന്നതാണല്ലോ സന്ദർഭം. മഹർഷി വീണ്ടും തുടരുന്നു. കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക. സജ്ജനങ്ങളിൽ ഭക്തിയും വേണം. ഭാര്യാപുത്രാദി ദേഹാദികൾ നിത്യമല്ലെന്നറിയണം. ബ്രഹ്മസത്യം, ജഗൽമിഥ്യ എന്ന് ഉൾക്കൊള്ളണം. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കണം. യജ്ഞം, ദാനം എന്നിവ വിധിയാം വണ്ണം അനുഷ്ഠിക്കുകയും വേണം. ദേവന്മാരെയും പിതൃക്കളെയും പൂജിച്ച് ആരാധിക്കുന്നതിന് ചില കാലങ്ങളുണ്ട്. പുണ്യകാലങ്ങളിൽ ചെയ്യുന്നവ വിശേഷ ഫലദായകങ്ങളാണ്. ഗംഗാനദി ഒഴുകുന്ന പ്രദേശങ്ങൾ, ഹരിപൂജ നടത്തുന്ന സ്ഥലങ്ങൾ എന്നിവ യജ്ഞം ചെയ്യാൻ ഉചിതമായ ദേശങ്ങളാണ്. ഈശ്വരകാരുണ്യം കിട്ടിയ പുണ്യപുരുഷന്മാർ വസിക്കുന്നിടം ദാനധർമ്മത്തിന് ഹിതമായ പ്രദേശങ്ങളുമത്രേ. ഗൃഹസ്ഥാശ്രമി 5 തരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. മനുഷ്യയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, ദൈവയജ്ഞം, ഋഷിയജ്ഞം എന്നിവയാണ് അവ. ഇവയെല്ലാം ഈശ്വരന്മാർ തന്നെയാകയാൽ ഇവരെ പൂജിക്കുമ്പോൾ ഈശ്വരൻ സംപ്രീതനാകുമെന്നോർക്കുക. ശ്രീഹരിയെ പൂജിക്കുമ്പോൾ സർവ്വ ജന്തുജാലങ്ങളും ജീവരാശികളും തൃപ്തരായി ഭവിക്കുന്നു. ബ്രഹ്മാണ്ടത്തെ ഒരു മഹാവൃക്ഷമായി സങ്കല്പിച്ചാൽ അതിൻ്റെ നാരായ വേര് ശ്രീഹരിയാണ് എന്നതാണ്. വൃക്ഷമൂലത്തിൽ ജലമൊഴിച്ചാൽ ശാഖോപശാഖകൾ തഴച്ചു വളരുമല്ലോ. അതുപോലെ ശ്രീഹരിയെ പ്രസാദിപ്പിച്ചാൽ സർവ്വദേവന്മാരും സർവ്വചരാചരങ്ങളും സംതൃപ്തരാവുന്നു. ശ്രീഹരി ഭജനം ചതുർയുഗങ്ങളിലും ചതുർവിധത്തിലാണ്. കൃതയുഗത്തിൽ ധ്യാനം, ത്രേതായുഗത്തിൽ യജ്ഞം, ദ്വാപരയുഗത്തിൽ അർച്ചനം, കലിയിൽ കീർത്തനം. സന്യാസി എങ്ങനെ ജീവിക്കണമെന്നാണ് തുടർന്ന് വിശദമാക്കുന്നത്. അയാൾ ഇന്ദ്രിയങ്ങളെ അടക്കുന്നവനാകണം, ജ്ഞാനം നേടിയവനുമാകണം. വിധർമ്മം, പരധർമ്മം, ഉപധർമ്മം ഇത് 3ഉം സന്യാസി ചെയ്യരുത്. ശാസ്ത്രധർമ്മത്തെ വിരോധിക്കുന്നത് വിധർമ്മം. ഒരുവന് പറഞ്ഞിട്ടുള്ളത് മറ്റൊരുവൻ ചെയ്യുന്നത് പരധർമ്മം. വേദവിരുദ്ധമായവ ഉപധർമ്മങ്ങൾ. ഇതൊക്കെ മനസ്സിലാക്കി ധർമ്മമാണ് ശ്രേഷ്ഠമെന്നറിയുന്നതും ധർമ്മനിഷ്ഠനായിരിക്കുകയും ചെയ്യുന്നവനാണ് ആദർശ സന്യാസി. കാമക്രോധാദികൾ പരിത്യജിച്ചും വിഷ്ണുഭക്തിയിൽ മുഴുകിയും വേണം സന്യാസി ജീവിക്കാൻ. യോഗവിദ്യ പരിശീലിക്കുന്നത് ആത്മബോധത്തിലേക്ക് വഴി തുറക്കും. പ്രാണായാമവും അഭ്യസിക്കണം. ക്രമബദ്ധമായ വായു നിയന്ത്രണമാണത്. വായുവിനെ ഉള്ളിലേക്ക് വലിച്ച് നിറയ്ക്കുന്നത് പൂരകം. ഉള്ളിൽ കയറിയ വായുവിനെ നിലനിർത്തുന്നത് കുംഭകം. അതിനെ പുറത്തു വിടുന്നത് രേചകം. ഇതൊക്കെ പരിശീലിക്കുന്നതിനൊപ്പം ഭിക്ഷാടനം കൊണ്ട് ജീവിക്കാനും സന്യാസി തയ്യാറാകണം. അഗ്നിവിറകിനെ ദഹിപ്പിക്കുന്നത് പോലെ യോഗവിദ്യയിലൂടെ സന്യാസിയും ഭഗവാനിൽ മനസ്സുറപ്പിക്കുന്നു. ഗുരുകുലം ഉപേക്ഷിക്കുന്ന ബ്രഹ്മചാരി, വീണ്ടും നാട്ടിൽ വന്ന് താമസിക്കുന്ന വാനപ്രസ്ഥൻ, ഇന്ദ്രിയ സൗഭാഗ്യങ്ങളെ കാംക്ഷിക്കുന്ന സന്യാസി, ഇവർ ആശ്രമധർമ്മങ്ങളെ ദുഷിപ്പിക്കുന്നവരാണ്. മുക്തിയെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ് ജീവിതമെന്ന ബോധം എപ്പോഴും ഉണ്ടാകണം. ആ യാത്രയുടെ സൂക്ഷ്മവിവരണം ഇങ്ങനെ. ദേഹമാണ് രഥം, ഇന്ദ്രിയങ്ങൾ തേര് വലിക്കുന്ന കുതിരകൾ, മനസ്സ് വായ്ക്കയർ, പഞ്ചതന്മാത്രകൾ രഥവീഥി, ബുദ്ധി സാരഥിയും
പ്രാണങ്ങളാണ് രഥത്തിൻ്റെ അക്ഷം. ധർമാധർമ്മങ്ങൾ രഥചക്രങ്ങൾ. അഭിമാനം തേരാളി. ജീവൻ വില്ല്. അതിൽ നിന്നും തൊടുത്ത് വിടുന്ന അമ്പ് പ്രണവമന്ത്രവും. ഭക്തിയാകുന്ന ബലം കൊണ്ട് ജ്ഞാനമാകുന്ന വാൾ ഉപയോഗിച്ച് വിഷയാസക്തികളാകുന്ന ശത്രുക്കളെ വെന്ന് ബ്രഹ്മാനന്ദം നേടാം. വേദവിഹിത കർമ്മങ്ങൾ പ്രവൃത്തം നിവൃത്തം എന്നിങ്ങനെ രണ്ടുണ്ട്. പ്രവൃത്തം എന്ന കർമ്മങ്ങൾ ചെയ്യുന്നവൻ മരണശേഷം മറ്റു ലോകങ്ങളിൽ കഴിഞ്ഞുകൂടി ഫലമനുഭവിച്ചിട്ട് മിച്ചമാകുന്ന കർമ്മഫലത്തോടെ പിന്നെയും ജനിക്കുന്നു, മരിക്കുന്നു. നിവൃത്തം എന്ന കർമ്മം ചെയ്യുന്നവൻ കാമക്രോധാദികളെല്ലാം ഇല്ലാത്തവനാകും. അതിനാൽ മരണാനന്തര ലോകങ്ങളും അവനില്ല. അവൻ മോക്ഷമടയുന്നു. ഒരേ കർമ്മം തന്നെ ഫലേച്ഛ അഥവാ ഉദ്ദേശസിദ്ധിയെ മുൻനിർത്തി പ്രവൃത്തവും നിവൃത്തവുമാകാം. യജ്ഞം തനിക്കും കുടുംബത്തിനും ക്ഷേമത്തിനായി ചെയ്യുമ്പോൾ പ്രവൃത്തം. അതേ യജ്ഞം ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ നിവൃത്തം. 3 തരം അദ്വൈത ബുദ്ധികളെക്കുറിച്ചും നാരദൻ വിശദീകരിക്കുന്നു. ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം എന്നിവയാണ് അവ. ലോകത്തിലെ സകല കാര്യകാരണങ്ങളെയും പരമകാരണമായ പരബ്രഹ്മസ്വരൂപമായി കാണുന്നത് ഭാവാദ്വൈതം. മനസാ വാചാ കർമ്മണ ചെയ്യുന്നതെല്ലാം ഫലേച്ഛ കൂടാതെ ഭഗവാനിൽ സമർപ്പിക്കുന്നത് ക്രിയാദ്വൈതം. ദ്രവ്യങ്ങളും ഭോഗങ്ങളും ശരീരവും ജീവനുമെല്ലാം ഈശ്വരാംശം എന്നു കാണുന്നത് ദ്രവ്യാദ്വൈതം. ഇവ നിരന്തരം സാധന ചെയ്യുന്ന മഹർഷിക്ക് ഒന്ന് വ്യക്തമാകും. താൻ ദേഹമോ ഇന്ദ്രിയമോ അല്ല, താൻ ആത്മാവാണെന്ന ബോധം അയാളിൽ ഉറയ്ക്കും. ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ് നാരദോപദേശത്തിലെ അവസാന ഭാഗത്ത് വിവരിക്കപ്പെടുന്നത്. ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ് മായ എന്നത്. ശർക്കരയുടെ സ്വഭാവമാണ് മാധുര്യം. അഗ്നിയുടെ സ്വഭാവമാണ് ചൂട്. അതുകൊണ്ട് ചൂടാണ് അഗ്നിയെന്ന് മാധുര്യമാണ് ശർക്കരയെന്ന് വ്യവഹരിക്കാനാവില്ല. സൂര്യൻ്റെ ഭാവമാണ് കിരണങ്ങൾ. രശ്മികൾ നിഷ്ഫലമാണ് സൂര്യനില്ലെങ്കിൽ. അവയുടെ പാരസ്പര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മായാഭ്രമം ഒഴിഞ്ഞെങ്കിൽ ക്രമേണ ബ്രഹ്മത്തെ അറിയുവാനാകും. തൻ്റെ കഥയും നാരദൻ അനുസ്മരിക്കുന്നു. ബർഹണൻ എന്ന ഗന്ധർവനായിരുന്നുവല്ലോ താൻ. ശരീരം മാത്രമാണ് സത്യമെന്ന് വിശ്വസിച്ച് താൻ ഭോഗമോഹങ്ങളിൽ മുഴുകിക്കഴിഞ്ഞു. അടുത്ത ജന്മത്തിൽ അമിതമായ രാഗദ്വേഷാദികൾ മൂലം ശൂദ്രനായി പിറക്കേണ്ടിയും വന്നു. പക്ഷേ നിരാശപ്പെടാതെ താൻ അന്ന് ഭക്തി പുലർത്തി മുനിമാരെ ഭജിച്ചു. അവരുടെ തത്വോപദേശങ്ങൾ സ്വാംശീകരിച്ചു. അതുകൊണ്ടാവാം തനിക്ക് ബ്രഹ്മാത്മജനായി ജനിക്കാൻ സാധിച്ചത്. നാരദ മഹർഷിയായി വളരാനായത് ഭക്തി ഒന്നുകൊണ്ട് മാത്രം. അതുണ്ടെങ്കിൽ സാധാരണക്കാരനായ മർത്യന് എന്തും ഏതും സാധിക്കും. വൃഷ്ണിവംശത്തിൽ കൃഷ്ണനായി പിറന്ന ഭഗവാനിൽ ഉറച്ച ഭക്തിയുള്ളവനാണ് അല്ലയോ യുധിഷ്ഠിര താങ്കൾ. അതിനാൽ താങ്കൾക്ക് മുക്തി നേടാനാവും. നാരദൻ ഇങ്ങനെ വർണ്ണാശ്രമധർമ്മങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. എല്ലാം തൊഴുകൈകളോടെ കേട്ടിരുന്നു ധർമ്മപുത്രരും. വ്യാസാത്മജനായ ശുകൻ പരീക്ഷിത്തിനെ ഈ കഥയെല്ലാം ആദ്യം കേൾപ്പിച്ചു. പിന്നീട് അത് സൂതൻ ശൗനകന് ഉപദേശിച്ചു. അതേപോലെ ഞാനും ഇതെല്ലാം നിങ്ങളോടും പറഞ്ഞു എന്ന് കവി അഥവാ കവിയുടെ പ്രതീകമോ പ്രതിനിധിയോ ആയ കിളിമകളും പറയുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. സപ്തമസ്കന്ധം സമാപ്തം. ഓം നമോ നാരായണായ.